ഇന്ന് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് വളരെ എല്ലാവർക്കും പരിചിതമായൊരു വേദഭാഗമാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ താൻ അടയാളങ്ങളുടെ ആരംഭമായി ഒന്നാമത് ചെയ്ത അടയാളം, കാനാവിലെ കല്യാണത്തിന് താൻ എത്തുകയും അവിടെ വെള്ളം വീഞ്ഞാക്കുന്നതായിട്ടുള്ള വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ചാണ് 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നത്. ആദ്യത്തെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ഇത് ചെയ്തു എന്ന് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. അടയാളങ്ങളുടെ ആരംഭമായി യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ എന്നല്ല വിവരിക്കുന്നത്, അടയാളങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, സൈൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടയാളം എന്ന് പറയുമ്പോൾ അടയാളം സൈൻ റെപ്രസെന്റ് സംതിങ് ബിയോണ്ട് ഇറ്റ് സെൽഫ് ആൻഡ് സംതിങ് ഗ്രേറ്റർ ദാൻ ദ സൈൻ ഇറ്റ് സെൽഫ്. അടയാളം എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് മറ്റു വലിയൊരു കാര്യത്തെയാണ്. ഏതടയാളവും നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് പോകുവാനുള്ള ഒരു ദിശാസൂചിക, ഒരടയാളം കാണിച്ചാൽ ആ ബോർഡല്ല ആ സ്ഥലം എന്ന് പറയുന്ന ആ സ്ഥലം പിന്നെയും അതിൻ്റെ അപ്പുറമായ ഒരു സ്ഥലമാണ്. അത് മറ്റൊരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അതുകൊണ്ട് അടയാളം എന്ന് പറയുമ്പോൾ അടയാളം അതിൻ്റെ അപ്പുറത്തുള്ള വലിയൊരു യാഥാർത്ഥ്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന അടയാളം അതൊരു ഒരു എക്സ്റ്റേണൽ സൈൻ, ഒരു ബാഹ്യമായ അടയാളം എന്ന് മാത്രം നമുക്ക് അതിനെക്കുറിച്ച് ആ നിലയിൽ ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് ഒരുപക്ഷെ കർത്താവിന്റെ കുടുംബവുമായിട്ട്, ഈ ലോകത്തിൽ ഉണ്ടായിരുന്ന കുടുംബവുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും കുടുംബമായിരുന്നു എന്ന് പറയപ്പെടുന്നു. കാരണം യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വളരെ അടുപ്പമുള്ള അല്ലെങ്കിൽ ബന്ധമുള്ള ഒരു കുടുംബം. മാത്രമല്ല, യേശുവിന്റെ അമ്മ അതിന്റെ ഒരു നടത്തിപ്പുകാരിയായിട്ട്, അവിടുത്തെ കാര്യങ്ങളിൽ ചുമതലയുള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. പിന്നീട് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അല്പം കൂടെ വിശദമായിട്ട് ചിന്തിക്കുവാനായിട്ട് കഴിയും. 1-ാം നൂറ്റാണ്ടിലെ യഹൂദ വിവാഹങ്ങൾ, പ്രത്യേകിച്ചും പാലസ്തീനിൽ നടന്ന വിവാഹങ്ങളുടെ സെലിബ്രേഷൻ, അതിന്റെ ആഘോഷങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയുവാനായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. എങ്കിലും ഏതാണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരിക്കും എന്ന് കരുതപ്പെടുന്നു. അപ്പോ അങ്ങനെ ഒരു വിവാഹത്തിനാണ് യേശുവും ശിഷ്യന്മാരും അവിടെ എത്തി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. മാത്രമല്ല, ഇപ്പൊ നാം ചിന്തിച്ചതുപോലെ ഒരുപക്ഷെ എന്തെങ്കിലും ബന്ധമുള്ള കുടുംബത്തിൽ അമ്മയ്ക്ക് അവിടുത്തെ കാര്യങ്ങളുടെ നടത്തിപ്പിന്റെ ഒരു ചുമതല ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കാരണം വീഞ്ഞു പോരാതെ വന്നപ്പോൾ ആദ്യം മനസ്സിലാക്കിയ ഒരു വ്യക്തി യേശുവിന്റെ അമ്മയായി. മാത്രമല്ല, ആ വിഷയം ഓടി വന്ന് യേശുവിനോട് പറയുന്നത്, ഒരുപക്ഷെ വിരുന്ന് വഴി പോലും അതറിയുന്നതിന് മുമ്പ് ആ കാര്യം മനസ്സിലാക്കി വന്ന് പറയുന്നത് ആ യേശുവിന്റെ അമ്മയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഇവിടെ യേശുവിന്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ 1-ാം അധ്യായത്തിലെ യോഹന്നാൻ പറയുമ്പോൾ ആ ശിഷ്യന്മാരെ നമുക്കറിയാം. ആദ്യം യേശുവിനെ കണ്ട ശിഷ്യന്മാര്, യേശുവിന്റെ പിന്നാലെ അനുഗമിച്ച ശിഷ്യന്മാരാണ് ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത്. അന്ത്രയോസും ഈ സുവിശേഷം എഴുതിയ യോഹന്നാനുമാണ്. അന്ത്രയോസ് പിന്നെ ചെന്ന് പത്രോസിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. യോഹന്നാൻ ഒരുപക്ഷെ യാക്കോബിനെയും കൂട്ടിക്കൊണ്ടുവന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. അപ്പോ അന്ത്രയോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, 4 ശിഷ്യന്മാര്. പിന്നെ കർത്താവ് അങ്ങോട്ട് പോകുമ്പോൾ ഫിലിപ്പോസിനെ വിളിക്കുന്നു, 5-ാമൻ ഫിലിപ്പോസ് എന്ന് നദനയേലിനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അപ്പൊ 6 ശിഷ്യന്മാര് ഇതുവരെ റിക്രൂട്ടഡ് ആയിട്ടുണ്ട്, അല്ലെ? ഇതുവരെ 6 പേരെ കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ ഗണത്തിൽ ചേർത്തിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ അതിൽ കൂടുതൽ ആൾക്കാർ കാണും. ഏതായാലും അവരെയും ഈ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. അപ്പോ വീഞ്ഞു പോരാതെ വന്ന് വിവരം ആദ്യം അറിഞ്ഞൊരു വ്യക്തി എന്നുള്ള നിലയിൽ, മാത്രമല്ല ആ വിഷയം യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച വ്യക്തി എന്നുള്ള നിലയിൽ ആ അമ്മയ്ക്ക് അവിടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുമ്പോൾ യേശു പറയുന്നു, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. സ്ത്രീയെ എന്ന് വിളിക്കുമ്പോൾ അതൊരു ബഹുമാന പുരസ്സരം അല്ലാതെ
തൻ്റെ അമ്മയെ അഡ്രസ് ചെയ്യുന്നതായിട്ട്, അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാം. എന്നാൽ NIV-യിലൊക്കെ നാം അത് വായിക്കുന്നത് ഡിയർ വുമൺ എന്നുള്ളതാണ്. ഡിയർ വുമൺ, വൈ ഡു യു ഇൻവോൾവ് മീ? ജീസസ് റിപ്ലൈഡ്, മൈ ടൈം ഹാസ് നോട്ട് കം. ഡിയർ വുമൺ, അതൊരു എന്താ ബഹുമാനം കുറഞ്ഞുള്ള വിളിയൊന്നും അല്ല. ഒരു പക്ഷേ മാഡം എന്ന് അഭിസംബോധന ചെയ്യുന്ന പോലെയുള്ള ഒരു വിളി തന്നെയാണ് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, ഈ സാമ്പത്തിക സ്ഥിതി വളരെ ഏറെ ഒന്നും ഇല്ലാത്ത ഒരു കുടുംബമായിരുന്നു അതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. കാരണം ഇത്രയും പേരെയൊക്കെ ക്ഷണിച്ചെങ്കിലും പെട്ടെന്ന് വീഞ്ഞിനൊരു ഷോർട്ടേജ്, ഒരു കുറവ് വന്നു. ഒരു പക്ഷേ യേശു ശിഷ്യന്മാരോട് വന്നത് തന്നെ അവരുടെ അല്ലേ, അവർ ഉദ്ദേശിച്ച കൂടുതൽ ആൾ ഒരു പക്ഷേ അവിടെ എത്തിക്കാണും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുറവ് അവിടെ ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശുവും 6 ശിഷ്യന്മാരും, കുറഞ്ഞപക്ഷം 6 ശിഷ്യന്മാര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ അവിടെ എത്തി. എന്നാൽ ഈ പ്രശ്നം അവിടെ ഉണ്ടായപ്പോൾ, ഇത് തിരിച്ചറിഞ്ഞപ്പോൾ മറിയ ചെയ്യുന്നത്, മറിയ ആ വിവരം യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നു. യേശുവിന്റെ അടുക്കൽ വന്ന് പറയുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശു ആ വിഷയം പരിഹരിപ്പാൻ എന്ത് ചെയ്യണമെന്ന് മറിയ പറയുന്നില്ല, അല്ലെ? ഇവിടെ വീഞ്ഞ് പോരാതെ വന്ന് കുറച്ച് വീഞ്ഞ് ഉണ്ടാക്കിത്താ എന്നൊന്നും മറിയ പറയുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ കുറച്ച് വീഞ്ഞ് ഉണ്ടാക്കി തരണമെന്ന് മറിയ യേശുവിനോട് പറയുന്നില്ല. ഷീ സിംപ്ലി റിപ്പോർട്ടഡ് ദ പ്രോബ്ലം. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് മാത്രം യേശുവിന്റെ അടുക്കൽ വന്ന്, ഇവർക്ക് വീഞ്ഞ്, യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. വീഞ്ഞില്ലെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അല്ലെ, ഞങ്ങൾക്ക് കുറച്ച് വീഞ്ഞ് തരണം, ഇവിടെ ഇവർക്ക് നാണംകേടാണ്, ഇത്രയും പേരെ വിളിച്ചു വരുത്തിയിട്ട് ഇനി വീഞ്ഞ് പോരാതെ വരുമ്പോൾ ഈ കുടുംബത്തിന് വലിയ നാണംകേടാണ് എന്നൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ ആ നിലയിലൊന്നും അവതരിപ്പിക്കുന്നില്ല. അവർക്ക് വീഞ്ഞില്ല എന്ന് മാത്രമേ പറയൂ. അപ്പൊ യേശുവിന്റെ മറുപടി കേട്ടിട്ട് മറിയ അവിടുത്തെ ശുശ്രൂഷക്കാരോട് പറയുകയാണ്, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറയുന്നു. അപ്പോ മറിയയുടെ ഒരു മറിയ, സോ ഹിയർ വി സീ മേരീസ് റിക്വസ്റ്റ് ടു ജീസസ് ടു ഇന്റർവീൻ ഇൻ ദ പ്രോബ്ലം. ആ പ്രശ്നത്തിൽ ഇടപെടുവാനായിട്ട് യേശുവിന്റെ അടുക്കൽ ആ വിഷയം അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അത് മറിയ ചെയ്തത്? ഒരുപക്ഷെ അവിടെയുള്ള മറ്റാരെക്കാളിലും അധികം ഈ വിഷയം പരിഹരിപ്പാൻ കഴിവുള്ള ഏക വ്യക്തി യേശു ആണെന്ന് തിരിച്ചറിഞ്ഞത് ആരാ? മറിയ മാത്രമായിരിക്കും. ഈ പ്രശ്നം പരിഹരിപ്പാൻ, ഇത് സോൾവ് ചെയ്യുവാൻ കഴിയുന്ന ഏക ആൾ യേശു ആണെന്ന് മറിയയ്ക്ക് അറിയാമായിരുന്നു. ഒരുപക്ഷെ യേശുവിന്റെ സഹോദരന്മാരും അവിടെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 30 വർഷത്തെ യേശുവിനോട് കൂടെ ഉള്ള ജീവിതത്തിൽ ഇതിനോടകം എന്തെല്ലാം കാര്യങ്ങൾ മറിയ യേശുവിനോട് സംസാരിച്ചു കാണും, അല്ലേ? ആ ഭവനത്തിലെ മൂത്ത മകൻ എന്നുള്ള നിലയിൽ, ആദ്യജാതൻ എന്നുള്ള നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ വീട്ടിലെ, കാരണം യോസഫ് നേരത്തെ മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ആ വീട്ടിന്റെ ഉത്തരവാദിത്വം മുഴുവൻ വഹിച്ച മൂത്ത മകനോട് മറ്റെന്തെല്ലാം വിഷയം മറിയ പറഞ്ഞു കാണും. അതുപോലെ ഇവിടെയും വന്നൊരു വിഷയം യേശുവിന്റെ അടുക്കൽ പറയുന്നു. എന്നാൽ യേശുവിൽ നിന്ന് ലഭിക്കുന്ന മറുപടി ഒട്ടും പ്രോത്സാഹജനകമായി നമുക്ക് തോന്നുന്നില്ല. എന്നാൽ ഇവിടെ മറുപടി വ്യത്യസ്തമാണ്. ഡിയർ വുമൺ, വൈ ഡു യു ഇൻവോൾവ് മീ? എന്തിനാ നീ എന്നെ ഇതിൻ്റെ അകത്ത് പിടിച്ചിടുന്നത്, അല്ലേ? നീ എന്തിനാ ഇതിൻ്റെ അകത്ത് എന്നെ കൊണ്ടുവരുന്നത്? മൈ ടൈം ഹാസ് നോട്ട് യെറ്റ് കം. എന്റെ സമയം, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. മലയാളത്തിലെ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ മറിയയുടെ ആ റിക്വസ്റ്റ്, ആ അഭ്യർത്ഥന മാനിച്ച് അങ്ങനെ യേശു പറഞ്ഞെങ്കിലും പിന്നീട് ആ പ്രശ്നം പരിഹരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒന്നാമത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശു പറയുമ്പോൾ ഉദ്ദേശിച്ചത്, ഹി ഈസ് മൂവിങ് ഓൺ എ ഡിവൈൻ ടൈം ടേബിൾ. യേശു ഈ ലോകത്തിൽ താന് ഏത് കാര്യം ചെയ്താലും അതൊരു സ്വർഗത്തിന്റെ പ്രോഗ്രാം അനുസരിച്ചാണ് താന് ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് ആയിരുന്നാലും അതൊരു ഡിവൈൻ ടൈം ടേബിളിലാണ് ചെയ്യുന്നത്. മൈ അവർ ഹാസ് നോട്ട് യെറ്റ് കം എന്ന് പറയുമ്പോൾ ഈ
എന്റെ നാഴിക എന്നുള്ള വാക്ക് യോഹന്നാൻ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തില്, യോഹന്നാന്റെ സുവിശേഷം 7-ൽ അവന്റെ നാഴിക വന്നിട്ടില്ല. പിന്നെ 8-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, അവന്റെ നാഴിക അതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ആരും അവനെ പിടിച്ചില്ല. 12-23, യോഹന്നാൻ 12-23, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. 13-1, താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട്. 17-1, പിതാവേ നാഴിക വന്നിരിക്കുന്നു. യേശു തന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ പറയുകയാണ്, പിതാവേ നാഴിക. അപ്പൊ ആ നാഴിക എന്നുള്ള വാക്ക് എന്തിനാ ചൂണ്ടിക്കാണിക്കുന്നത്? അവന്റെ നാഴിക വന്നിട്ടില്ല ആയിക്കാൽ ആരും അവനെ പിടിച്ചില്ല, അല്ലേ? പക്ഷെ ഒടുവിലായിട്ട് യേശു പറഞ്ഞു, പിതാവേ നാഴിക വന്നിരിക്കുന്നു. അപ്പൊ നാഴിക എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ക്രൂശീകരിക്കപ്പെടുവാനുള്ള, തന്റെ വേല നിവർത്തിയാക്കുവാനുള്ള നാഴിക എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നാഴികയെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലും തന്റെ സഹോദരന്മാരുമായിട്ട് യേശു സംസാരിക്കുമ്പോൾ, കൂടാരപ്പെരുന്നാളിന്റെ സമയത്ത്, കൂടാരപ്പെരുന്നാൾ വന്നു, യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചത് കൊണ്ട് യേശു യെരുശലേമിലേക്ക് പോകാതെ, അല്ലേ, യഹൂദിയയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സിലായിരുന്നു. അന്നേരം അവന്റെ സഹോദരന്മാർ അവനോട് പറയുകയാണ്, നീ ചെയ്യുന്ന പ്രവർത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദിയയിലേക്ക് പോകുക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനൊന്നും രഹസ്യത്തിൽ ചെയ്യുന്നില്ലല്ലോ. ഒരുപക്ഷെ ഈ സഹോദരന്മാര് യേശുവിനെ ഒന്ന് തോണ്ടുക എന്ന് നമ്മൾ പറയല്ലേ. നിനക്ക് വലിയ പ്രസിദ്ധി വേണമെന്നുണ്ടെങ്കിൽ, മറ്റെല്ലാരും നിന്നെ വിശ്വസിക്കണമെങ്കിൽ 4 ആള് കൂടുന്നിടത്ത് ചെന്ന് നീ ഈ അത്ഭുതമൊക്കെ കാണിക്കണം. അതുകൊണ്ട് കൂടാരപ്പെരുന്നാളിന് യെരുശലേമിൽ ഒത്തിരി പേര് കൂടും, അവിടെ പോയി നീ അത്ഭുതമൊക്കെ കാണില്ല, അപ്പൊ എല്ലാരും നിന്നിൽ അങ്ങ് വിശ്വസിക്കും എന്ന് സഹോദരന്മാരാ പറയും. അപ്പൊ യേശുവിനെ അവര് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒന്ന് നമുക്ക് വേണേ പരിഹസിക്കാന്ന് തന്നെ പറയാം. കാരണം താഴോട്ട് വരുമ്പം പറയുന്നു, എന്നിട്ട് പറയുന്നു, പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവനൊന്നും ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അവിടെ യോഹന്നാൻ പറയുകയാണ്, അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശുവിന്റെ സഹോദരന്മാരെന്ന് പറയുന്നത് പിന്നീട് യോസഫിനും മറിയയ്ക്കും ഉണ്ടായ മക്കളാണ്. നമുക്കറിയാം, യാക്കോബ്, യോസെ, യൂദ, ശീമോൻ. അപ്പൊ യേശുവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് അവർ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് ഇവിടെ യോഹന്നാൻ പറയുന്നുണ്ട്. യേശുവിന്റെ അതുകൊണ്ടാണ് കൂടാരപ്പെരുന്നാളിന് നീ യെരുശലേമിലേക്ക് പോയി അപ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെ കുറെ അടയാളങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും നിന്നിൽ വിശ്വസിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പൊ യേശു അതിന് കൊടുക്കുന്ന മറുപടി എന്താണ്? യേശു അവരോട് 6-ാമത്തെ വാക്യം, എന്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. കെയ്റോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കെയ്റോസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈം, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഓപ്പർച്യൂൺ ടൈം എന്ന് പറയാം. എന്റെ സമയം, ഞാൻ അത് ചെയ്യുവാൻ, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അത് ചെയ്യുവാനുള്ള സമയം ഇതുവരെ വന്നിട്ടില്ല, അതിന്റെ തക്ക സമയത്ത് ഞാനത് ചെയ്യും. ആ തക്ക സമയം ആരാണ് തീരുമാനിക്കുന്നത്? പിതാവായ ദൈവം. അപ്പൊ യേശു ക്രിസ്തു എന്ത് ചെയ്തിരുന്നെങ്കിലും അതെല്ലാം തന്നെ ഹി വാസ് മൂവിങ് ഓൺ എ ഡിവൈൻ ടൈം ടേബിൾ ഓൺ. ലോകത്തിൽ സ്വർഗത്തിന്റെ കാര്യപരിപാടി അനുസരിച്ച് ആയിരുന്നു താൻ എല്ലാം ചെയ്തത്. അത് തന്നെയാണ് ഇവിടെ യേശു തന്റെ അമ്മയായ മറിയോട് പറയുന്നത്, എന്റെ നാഴിക ഇതുവരെ
വന്നിട്ടില്ല. ഞാന് ഒരു അടയാളം ചെയ്ത് എൻ്റെ പരസ്യ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുവാനായിട്ടുള്ള പരസ്യ ശുശ്രൂഷ ആരംഭിക്കുക എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു കാര്യം കൂടെ, കർത്താവ് താൻ ചെയ്ത അത്ഭുതങ്ങൾ കൊണ്ടാണ് താൻ എല്ലാം അവിടെ പ്രസിദ്ധനായത്, അല്ലേ? കൂടുതൽ ആളുകൾ യേശു ചെയ്ത അത്ഭുതങ്ങൾ കൊണ്ടാണ്. ഇവിടെ യേശു ചെയ്യുന്ന ഒന്നാമത്തെ അടയാളമായിട്ടാണ് കാനാവിലെ അടയാളത്തെ വെള്ളം വീഞ്ഞാക്കി. പക്ഷെ ഏറ്റവും ഒടുവിൽ ചെയ്ത അത്ഭുതം എന്തായിരുന്നു? യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം കാണുന്നു, യേശു ലാസറിനെ ഉയർപ്പിച്ചു. മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിന്റെ ശരീരത്തെ ഉയർപ്പിക്കും. അപ്പോ അത് ദാറ്റ് വാസ് ദ കൾമിനേഷൻ ഓഫ് ദാറ്റ് വാസ് ദ ക്ലൈമാക്സ് ഓഫ് ദ മിറക്കിൾസ്. അത് താൻ ചെയ്ത അത്ഭുതങ്ങളുടെ ഏറ്റവും ഉച്ചസ്ഥായിയിലുള്ളതായി. അത് കഴിഞ്ഞപ്പോഴാണ് നാം വായിക്കുന്നത്, യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അപ്പോഴാ പറഞ്ഞ് ലോകമെല്ലാം അവന്റെ പിന്നാലെ ആയിപ്പോയി, നമുക്ക് ഇനി ഒരു രക്ഷയില്ല, അതുകൊണ്ട് എത്രയും വേഗം അവനെ കൊല്ലണമെന്ന് മഹാപുരോഹിതന്മാരും പരീശന്മാരും പ്രമാണികളും എല്ലാം കൂടെ ആലോചിച്ചു. മാത്രമല്ല, ലാസറിനെ പോലെ മരിച്ച് നാറ്റം വെച്ച് 4 ദിവസമായ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അത് നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചതിൽ നിന്നും യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമാണ്. എന്തുകൊണ്ട് വ്യത്യസ്തമാണ്? യായിറോസിന്റെ മകളൊക്കെ മരിച്ച ഉടനെ ഉയർപ്പിക്കുക, അല്ലെ? വലിയ താമസം കൂടാതെ. നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, കല്ലറയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉയർപ്പിക്കുകയാണ്. അവിടെയൊക്കെ മരിച്ചിട്ട് അധിക നേരം ആയിട്ടില്ല. എന്നാൽ ഇത് 4 ദിവസം കഴിഞ്ഞ് ശരീരത്തെ അടക്കമൊക്കെ കഴിഞ്ഞ്, അല്ലേ, കല്ല് മാറ്റണ്ട, നാറ്റം വെച്ച് തുടങ്ങി എന്ന് പറയുന്ന ആ ശരീരത്തെ ഉയർപ്പിച്ചപ്പോൾ കർത്താവിനെ എല്ലാവരും അംഗീകരിക്കുന്നു എന്ന് കണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു. ഇനിയും ഇവനെ ഇങ്ങനെ വിട്ടാൽ റോമാക്കാരൻ വന്ന് നമ്മുടെ സ്ഥലത്തെ എടുത്തു കളയും, നമ്മളെല്ലാം ഇവിടുന്ന് മാറ്റിക്കളയും, അതുകൊണ്ട് കൊല്ലണം എന്ന് അവർ ആഗ്രഹിക്കും. മാത്രമല്ല, അവർ മറ്റൊരു കാര്യം കൂടെ, അവർ ലാസറിനെയും കൊല്ലുവാൻ ഇച്ഛിച്ചു. കാരണം ലാസർ ഒരു വലിയ തെളിവായിട്ട് അവിടെ നിൽക്കുക. എല്ലാവരും അറിഞ്ഞു മരിച്ച് നാറ്റം വെച്ച ലാസർ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ അടയാളം അവിടെ നിൽക്കുമ്പോൾ അതിന് ലാസറിനെയും അവർ കൊല്ലുവാൻ അന്വേഷിച്ചു എന്ന് നാം കാണുന്നു. ഞാൻ പറയാൻ വന്നത്, കർത്താവ് ഒരു അടയാളം ചെയ്യുമ്പോൾ, യേശു ഒരു അടയാളം ചെയ്യുമ്പോൾ അതെല്ലാം തന്നെ സ്വർഗത്തിന്റെ കാര്യപരിപാടിയിലാണ് താൻ നിവർത്തിച്ചിരുന്നത്. അപ്പോ താൻ ഒരു അടയാളം ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന പ്രസിദ്ധിയും, അതുകൊണ്ട് മറ്റുള്ളവർ തന്നെ നോട്ട് ചെയ്യുന്ന, തന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും, അത് യഹൂദന്മാരുടെ ശത്രുതയ്ക്ക് കാരണമായി തീർന്ന്, അസൂയയ്ക്ക് കാരണമായി തീർന്ന്, താൻ ക്രൂശിക്കപ്പെടേണ്ട സമയം അതുവരെ ആയിട്ടില്ല എന്ന് മാത്രമാണ് യേശു ഇവിടെ മറിയോട് പറയുന്നത്. നമുക്കറിയാം, കർത്താവ് മറ്റ് അത്ഭുതങ്ങളൊക്കെ ചെയ്തപ്പോഴും അവരോട് പറഞ്ഞു, നിങ്ങൾ ആരോടും പറയരുത് എന്നാണ് പറയുന്നത്. കാരണം ക്രൂശിക്കപ്പെടാനുള്ള നാഴികയിൽ, ആ സമയത്ത്, ആ പെസഹയുടെ ദിവസം, ആ സമയത്താണ് ക്രൂശിക്കപ്പെടുക. അപ്പൊ അതുകൊണ്ടാണ് ആ സമയം വന്നിട്ടില്ല എന്ന് പറയുന്നത്. ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ, ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടൈം, സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം തീരുമാനിച്ച സമയത്താണ് താൻ ക്രൂശിക്കപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത്. അവന്റെ നാഴിക അതുവരെ വന്നിട്ടില്ലായികയാൽ ആരും അവനെ പിടിച്ചില്ല എന്ന് നാം മറ്റു ഭാഗങ്ങളിൽ വായിക്കുന്നു. സോ ഇവിടെ മൂന്നാമത്തെ ഇനിയും പറയാനായിട്ടുള്ള കാര്യം, ഞാൻ ഇതിനോടകം മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. മറിയ യേശുവിനോട് പറയുന്നില്ല, ഷീ ഡിഡ് നോട്ട് ടെൽ ജീസസ് വാട്ട് ടു ഡു, എന്തോ ചെയ്യണം ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ന് മറിയ പറയുന്നില്ല, അല്ലേ? നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇന്ന പോലൊക്കെ ചെയ്യണം എന്ന് കർത്താവിന് സജഷൻസ് കൊടുക്കാറുണ്ട്. ഇവിടെ മറിയ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇവിടെ വീഞ്ഞില്ല, പ്രോബ്ലം റിപ്പോർട്ട് ചെയ്തു, പക്ഷെ അതിനെന്ത് പരിഹാരമാണെന്ന് നിർദ്ദേശിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവനെന്ന് പറഞ്ഞിട്ട് മറിയ അവിടെ നിന്ന് പോകുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. അത് നമ്മുടെയും പ്രാർത്ഥനയിൽ നാം കർത്താവിന് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാതെ നമ്മുടെ പ്രശ്നങ്ങൾ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് കഴിയണം. മൂന്നാമതായിട്ട് യേശു മറിയോട് പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് നാം വായിക്കുന്നുണ്ട്, യേശു യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നു. 12 വയസ്സായപ്പോൾ യെരുശലേം ദേവാലയത്തിൽ പോയി, മാതാപിതാക്കളുടെ കൂടെ പോയി, അവിടെ ചെന്ന് ശാസ്ത്രിമാരോടും മറ്റും, അല്ലേ, ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് തർക്കിച്ചു.
അപ്പോ യേശുവിന്റെ അമ്മയും അല്ലെ മാതാപിതാക്കൾ അവര് മറ്റുള്ളവരുടെ കൂടെ യേശു കാണുമെന്ന് വിചാരിച്ച് അവര് മുമ്പോട്ടേക്ക് ഇങ്ങനെ നടന്നു പോരുന്നു. എന്നാൽ കുറച്ച് 2 ദിവസത്തെ വഴി ദൂരം ചെന്നപ്പോഴാണ് അല്ലെ യേശു കൂടെ ഇല്ലെന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു പോകുന്നു. അവിടെ ചെന്നപ്പോൾ യേശു ദേവാലയത്തിൽ ഇന്ന് ശാസ്ത്രിമാരോടും മറ്റും സംഭാഷിക്കുന്ന കാണുന്നു. മോനെ, ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചെന്ന് ചോദിക്കുന്നു. അപ്പൊ യേശു പറയുന്ന മറുപടി എന്താണ്? ലൂക്കോസ് 2:2 അധ്യായത്തിൽ ഞാൻ എന്റെ 2:49 അവൻ അവരോട് എന്നെ തിരഞ്ഞത് എന്തിന്? ഞാൻ എന്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോ യേശു നേരത്തെ തന്നെ ഒരു സൂചന തരികയാണ്. ഐ കെയിം ഹിയർ ഓൺ എ ഡിവൈൻ മിഷൻ. സ്വർഗത്തിലെ ദൗത്യവുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. നിങ്ങളുടെ ഭവനത്തിൽ ജനിച്ചെങ്കിലും ഞാൻ എൻ്റെ സ്വർഗീയ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുവാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നേരത്തെ തന്നെ അവരെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? എന്നാൽ തന്നെ 2-ാം അധ്യായത്തിന്റെ 51 വാക്യത്തിൽ നാം കാണുന്നു, യേശു തിരിച്ച് അവരോടുകൂടെ നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. അപ്പോ കർത്താവ് 30-ാമത്തെ വയസ്സിലാണ് പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു. യേശു താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ അവന് ഏകദേശം 30 വയസ്സായിരുന്നു. അപ്പൊ അതുവരെയും തന്റെ ഭവനത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ ആ ഭവനത്തിൽ ഒരു മകൻ എന്നുള്ള നിലയിൽ അല്ലെ, ആ ഭവനത്തിലെ ആദ്യജാതനാണ് അല്ലെ, ആദ്യജാതനായിട്ട് ജനിച്ച ആള്. പിന്നീടാണ് യോസഫിനും മറിയയ്ക്കും മറ്റു മക്കള് ഉണ്ടാകും. നമുക്കറിയാം, യാക്കോബ്, യോസെ, യൂദ, സിമോൻ 4 സഹോദരന്മാരും ഇവന്റെ സഹോദരികളും എന്ന് പറയുമ്പം ആ സഹോദരിമാർ ഒന്നിൽ കൂടുതൽ കാണും. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം 6 പേരെങ്കിലും ആ ഭവനത്തിലെ യേശുവിനെ കൂടാതെ മക്കളായിട്ട് ഉണ്ടായിരുന്നു. യോസഫ് നേരത്തെ മരിച്ചു. അപ്പോ മറിയ വീട്ടിലുണ്ട്. 6 ഇളയ സഹോദരങ്ങളും മറിയയും ഉൾപ്പെടെ 7 പേരുള്ള ഒരു ഭവനത്തിലെ മൂത്ത മകൻ എന്നുള്ള നിലയിൽ അതിന്റെ സർവ്വ ഉത്തരവാദിത്തങ്ങളും നിർവഹിച്ച യേശു ക്രിസ്തു ഇപ്പോ മറിയ ഇത് വന്ന് പറയുമ്പോൾ, താൻ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച ശേഷം ഇത് വന്ന് പറയുമ്പോൾ മറിയ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു കഴിഞ്ഞു, ഇനി എൻ്റെ പിതാവ് എന്നെ അയച്ചതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് എന്ന്, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ എൻ്റെ പിതാവ് എന്നെ അയച്ചത് ഞാൻ നിവർത്തിക്കാനായിട്ട് തുടങ്ങുകയാണ് എന്നുള്ളതുകൂടെ മറിയയെ ഓർമ്മിപ്പിക്കുന്ന ഒരു നിമിഷമായിരുന്നു അതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മില് എന്ത് എന്ന് പറയുന്നു. മാത്രമല്ല മറിയയുടെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ മറിയ പറയുന്നു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. എന്താണ് മറിയ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറിയ യേശുവിന്റെ അടുക്കൽ പ്രോബ്ലം റിപ്പോർട്ട് ചെയ്തു. ബട്ട് ഷീ ട്രസ്റ്റഡ് ജീസസ് ടു ഡു വാട്ട് എവർ ഹി പ്ലീസസ് ടു ഡു. അവള് യേശു എന്താണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അത് ചെയ്യട്ടെ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യുവീൻ എന്ന് ശുശ്രൂഷക്കാരോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ കർത്താവിന് പ്രസാദമുള്ളത് അവൻ നമ്മിൽ നിവർത്തിക്കട്ടെ. ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടെന്ന് കരുതുന്നു. കർത്താവിന് ഈ വിഷയം ഒരു പ്രശ്നം കൊണ്ട് അവതരിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, അതിന് പരിഹാര മാർഗങ്ങളൊന്നും മറിയ നിർദ്ദേശിക്കുന്നില്ല. പക്ഷെ മറിയ എന്ത് പറഞ്ഞു? അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതനുസരിക്കാനായിട്ട്. നമ്മളും നമ്മുടെ പ്രാർത്ഥനയില് യേശുവിന്റെ കൽപ്പന അനുസരിപ്പാൻ, കർത്താവേ നിനക്ക് പ്രസാദമുള്ളത് ഈ വിഷയത്തിൽ നീ നിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ഒത്തിരി സജഷൻസ്, എൻ്റെ മോക്ക് ഇന്നടത്ത് അഡ്മിഷൻ കൊടുക്കണം, ഇന്ന കോഴ്സിന് തരണം അല്ലേ, അല്ലെങ്കിൽ എൻ്റെ കൊച്ചിന് വിസ വരണം, ഇന്നതുപോലെ കിട്ടണം, ഇന്നടത്ത് ജോലി കിട്ടണം, ഇന്നതുപോലെ ആകണം എന്നൊക്കെ നമ്മൾ കർത്താവിന് പല സജഷൻസും കൊടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നത് എന്താ? കർത്താവിന് പ്രസാദമുള്ളത് എന്നിൽ നിവർത്തിക്കട്ടെ എന്ന് മറിയ പറയുക.
അതുകൊണ്ടാണ് ആ ബാല്യക്കാരോട് ശുശ്രൂഷക്കാരോട് പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ. പിന്നെ അവിടെ നിന്നൊരു വർത്താനത്തിന് മറിയ ശ്രമിക്കുന്നുണ്ടോ? ഇല്ല. വീഞ്ഞു പോരാന്നുള്ള വിവരം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വീഞ്ഞു പോരാന്നുള്ള വിവരം അറിയത്തില്ലേ? അവർക്ക് നാണം കേടാ, അല്ലേ? ചിലപ്പോ ആ വീട്ടിലെ ആദ്യത്തെ കല്യാണമായിരിക്കും. ഇത്രയും പേരെ ക്ഷണിച്ചു വരുത്തിയിട്ട് വീഞ്ഞു പോരാതെ വന്നാൽ വളരെ നാണം കേടാണ്, വളരെ പ്രശ്നമാണ്. അത് ചിലപ്പോ അവിടെ ഒരു പ്രശ്നത്തിന് തന്നെ വഴിതെളിക്കാം. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊന്നും വീണ്ടും ആർഗ്യുമെന്റിൽ മറിയ വളരെ പറഞ്ഞു, വീഞ്ഞ് ഇല്ല. സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് യേശു പറയുമ്പോൾ പിന്നെ തിരിച്ചൊരു ആർഗ്യുമെന്റോ ഒരു അപേക്ഷയോ ഇല്ലാതെ മറിയ ബാല്യക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൃത്യമായിട്ട് ചെയ്യും, അല്ലേ? അതായിരുന്നു ഉള്ള വിശ്വാസം. ഇത് പരിഹരിപ്പാൻ മതിയായത് യേശു ചെയ്യുമെന്ന് അവൾ പൂർണ്ണമായും യേശുവിൽ വിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു, ബാല്യക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. നമ്മളും അങ്ങനെ ഒരു വാക്യം തന്നെയുണ്ട്, കർത്താവിന് പ്രസാദമുള്ളത് അവൻ നമ്മിൽ നിവർത്തിക്കുമാറാ ആകട്ടെ. ലെറ്റ് ഹിം ഡു വാട്ട് എവർ പ്ലീസസ് ഹിം. മാത്രമല്ല, ഷീ ട്രസ്റ്റഡ് ഹിം ടു ഡു വാട്ട് വാസ് റൈറ്റ്. ആ അവസരത്തിൽ, ആ സിറ്റുവേഷനിൽ, ആ സാഹചര്യത്തിൽ ഏറ്റവും ശരിയായുള്ളത് ചെയ്യുവാൻ കഴിയുന്നത് യേശുവിന് മാത്രമാണെന്നും അവൻ അത് ചെയ്യുമെന്നും അവൻ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമെന്നും മറിയ പൂർണ്ണമായി കർത്താവിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ബാല്യക്കാരോട് പറയുന്നത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ അനുസരിപ്പിനെന്ന് പറഞ്ഞു. യേശുവിന്റെ ഒന്നാമത്തെ അടയാളം, ഇറ്റ് വാസ് നോട്ട് എ സ്പെക്ടാക്കുലർ ഈവന്റ്. എല്ലാവരും ശ്രദ്ധിച്ച, എല്ലാവരും അറിഞ്ഞ ഒരത്ഭുതമായിരുന്നില്ല, അല്ലേ? അത് ആരൊക്കെ അറിഞ്ഞെന്നാ ഇവിടെ പറയുന്നത്? കോരി വിരുന്ന് വഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീൻ എന്ന് അവൻ പറഞ്ഞു. 8ാമത്തെ വാക്യം, അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. പിന്നെ താഴോട്ട് വരുമ്പം നാം കാണുന്നത്, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി, 11ാമത്തെ വാക്യം, ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി, അല്ലേ? തന്റെ മഹത്വം വെളിപ്പെടുത്തി. ഇറ്റ് വാസ് ദ ടൈം ടു മാനിഫെസ്റ്റ് ഹിസ് ഗ്ലോറി. തന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ആ മഹത്വം ആർക്കാ അത് വെളിപ്പെട്ടത്? അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അനുസരിച്ച ബാല്യക്കാർക്കും വിശ്വസിച്ച ശിഷ്യന്മാർക്കും യേശുവിന്റെ അമ്മയ്ക്കും, അങ്ങനെ ചുരുക്കം പേർക്ക് യേശുവിന്റെ മഹത്വം വെളിപ്പെട്ട ആദ്യത്തെ അടയാളമായിരുന്നു കാനാവിലെ വിവാഹത്തിന് വെള്ളം വീഞ്ഞാക്കിയതായിട്ടുള്ള അടയാളം അല്ലെങ്കിൽ അത്ഭുതം. അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അടയാളം എന്നുള്ളത് മറ്റൊന്നിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ്. എന്തിലേക്കാണ് ഈ അടയാളം ചൂണ്ടിക്കാണിക്കുന്നത്? യേശു ചെയ്യുന്ന ഓരോ അത്ഭുതവും, ഓരോ അടയാളവും തന്റെ മഹത്വത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ്. എ സൈൻ ഈസ് പോയിന്റിങ് ടു എ ഗ്രേറ്റർ തിങ്. ഒരു വലിയ കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അടയാളം. യേശു ചെയ്യുന്ന അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ ചെയ്താലും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നതും എല്ലാം തന്നെ യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ്. ഇത് അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിപ്പാനും യേശുവിനെ കുറച്ചുകൂടെ അടുത്തറിയുവാനും അവർക്ക് മുഖാന്തരമായി. കുറഞ്ഞ പക്ഷം 6 ശിഷ്യന്മാരിലും യേശുവിന്റെ കൂടെയുണ്ട്. അവർ യേശുവിനെ കൂടുതൽ വിശ്വസിപ്പാൻ ഈ അടയാളം കാരണമായി തീർന്നു, അവനിൽ വിശ്വസിപ്പാൻ കാരണമായി തീർന്നു. അപ്പൊ യേശുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ഒടുവിലത്തെ അത്ഭുതമായിട്ട് ഇവിടെ നാം കാണുന്നത് ലാസറിനെ ഉയർപ്പിക്കുന്ന. അതിനേക്കാൾ ഇറ്റ് ഈസ് എ ക്വൈറ്റ് കോൺട്രാസ്റ്റ്. അതൊരു നിശബ്ദമായ ഒരു വൈരുദ്ധ്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ആദ്യത്തെ അടയാളം കുറച്ചുപേരെ അറിഞ്ഞുള്ളൂ, ഇല്ലയോ? വെള്ളം കോരിക്കൊണ്ട് പോയ ബാല്യക്കാരും യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയായ മറിയയും, അങ്ങനെ കുറച്ചുപേര് മാത്രം അറിഞ്ഞൊരടയാളം. പക്ഷെ അവസാനത്തെ ലാസറിനെ ഉയർപ്പിച്ചതോ, ഒരു വലിയ കൂട്ടം ആളുകൾ അവനിൽ വിശ്വസിപ്പാനും അവന് അല്ലേ എല്ലാവരും അറിയുവാനുമായിട്ടിടയായി. അതുകൊണ്ട് ഇവിടെ നാം കാണുന്നത് അത് അടയാളങ്ങളുടെ ആരംഭമായിട്ട് ചെയ്തു. ദിസ് ഈസ് ദ ഫസ്റ്റ് മിറക്കിൾ ദാറ്റ് ജീസസ് എവർ ഡിഡ് വൈൽ ഹി വാസ് ഓൺ എർത്ത്, അല്ലേ? കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പം അവൻ ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് ഇതെന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്കറിയാം. ചില കഥകളൊക്കെ ചിലർ പടച്ചുവിടും. യേശു കുഞ്ഞായിരുന്നപ്പോഴൊത്തിരി, അല്ലേ, ശിശു ആയിരുന്നപ്പോഴേ ഒത്തിരി അത്ഭുതങ്ങൾ വീട്ടിലൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ള ഒത്തിരി കള്ളക്കഥകള്
ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനെ യോഹന്നാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നിഷേധിക്കുകയാണ്. യോഹന്നാൻ പറയുകയാണ്, ഇതാണ് ആദ്യത്തെ അടയാളം. ഇതിനു മുമ്പ് അടയാളം ഒന്നും യേശു താന് 30 വയസ്സ് വരെ ഇതിനു മുമ്പ് അടയാളം ഒന്നും ചെയ്തില്ല. എന്തുകൊണ്ട് അടയാളം ചെയ്യാഞ്ഞ്? തന്റെ സമയം വന്നിട്ടില്ല. എപ്പോൾ തന്റെ മഹത്വം വെളിപ്പെടുത്തണമോ, എപ്പോൾ താൻ യാഗമായി തീരണമോ, അപ്പോഴത്തേക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ ഏതടയാളവും ഏത് അത്ഭുതവും കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതായി തന്നെ. നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു രോഗസൗഖ്യമാണെങ്കിലും, നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള മറ്റെന്തെങ്കിലും അനുഗ്രഹമാണെങ്കിലും, അതിലൂടെ എല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതായി തീരണം. ഈ അടയാളം പ്രധാനമായിട്ടും ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ മറ്റൊരു കാര്യം കൂടെ, യേശു ഇവിടെ വെള്ളത്തെ വീഞ്ഞാക്കി തീർക്കുക ചെയ്തു, അല്ലെ? മോശ എന്തോ ചെയ്ത്? മോശ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മോശ ചെയ്ത ഒരു ആദ്യത്തെ അടയാളം എന്തായിരുന്നു? വെള്ളം രക്തമാക്കി തീർക്കുക, അല്ലേ? മിസ്രൈമില് അത് ആദ്യത്തെ ബാധയുടെ ആരംഭമായിട്ട് ചെയ്തെങ്കിൽ, ഇവിടെ യേശു അത് വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തു. അതിന്റെ കോൺട്രാസ്റ്റ് എന്താ? മോശ മുഖാന്തരം ന്യായപ്രമാണം വന്നു, യേശു മുഖാന്തരം കൃപ ലോകത്തിലേക്ക് വന്നു, അല്ലേ? മോശ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. യോഹന്നാൻ അങ്ങനെ ആരംഭിക്കുന്നു. ഇവിടെ വെള്ളം വീഞ്ഞാക്കുന്നതിലൂടെ ജീസസ് സ്പോക്ക് ഓഫ് ഹിസ് ഗ്രേസ്, തന്റെ കൃപയെക്കുറിച്ച് യേശു ജനത്തിന് വെളിപ്പെടുത്തുക. മോശയാണെങ്കിൽ ഒരു ന്യായവിധിയെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ചെയ്തത്. രക്ഷിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും, ഒരു മദ്യപാനി പണ്ട് രക്ഷിക്കപ്പെട്ട ശേഷം ഇപ്രകാരം പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെ? യേശു വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തു. എന്നാൽ യേശു എൻ്റെ ജീവിതത്തിൽ മദ്യത്തെ, അല്ലെ, നല്ല ഫർണിച്ചറും എൻ്റെ പിള്ളേർക്ക് നല്ല ഡ്രസ്സും എനിക്ക് കയറി കിടക്കാൻ ഒരു വീടും ഒക്കെ ആക്കി തീർത്തു. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടെന്നാണ് കരുതുന്നത്, അല്ലേ? മദ്യത്തിന് വേണ്ടി ഇഷ്ടം പോലെ പൈസ അവൻ ചെലവഴിക്കുമായിരുന്നു. ആ പൈസയൊക്കെ അവൻ രക്ഷിക്കപ്പെട്ട ശേഷം അവൻ്റെ പിള്ളേർക്ക് വീട്ടിലെ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനും വീട്ടിൽ നല്ല ഫർണിച്ചറൊക്കെ ഉണ്ടാകുവാനും. അപ്പൊ യേശു വെള്ളം വീഞ്ഞാക്കിയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ മദ്യത്തെ ഗുഡ് ഫർണിച്ചർ, ഗുഡ് ഫുഡ് ആൻഡ് ഡീസന്റ് ക്ലോത്ത്സ്, നല്ല വസ്ത്രവും നല്ല ഫർണിച്ചറും ഒക്കെ ആക്കി തീർത്തു എന്ന്. അപ്പോൾ ഈ അത്ഭുതത്തിന്റെ കാതൽ എന്ന് പറയുന്നത്, ഈ അത്ഭുതത്തിന്റെ ഇതിൻ്റെ അകത്തെ കീ പ്ലേയേഴ്സ് ആരൊക്കെയാണ്? ഹ്യൂമൻലി സ്പീക്കിംഗ്, മനുഷ്യരെന്നുള്ള നിലയിൽ ഇതിൻ്റെ അകത്തെ കീ പ്ലേയേഴ്സ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാം. കീ പ്ലേയേഴ്സ് ആരൊക്കെയാ? ഈ അത്ഭുതത്തിന് ദൈവം എടുത്തുപയോഗിച്ച് മറിയ പ്രോബ്ലം വന്ന് റിപ്പോർട്ട് ചെയ്തു, അല്ലേ? ബാല്യക്കാർ, ശുശ്രൂഷക്കാർ, അവരോട് പറഞ്ഞു കിണറ്റിൽ നിന്ന് വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. ഇവിടെ നാം കാണുന്നത് അവര് പകുതി നിറച്ചെന്നാണ്, വക്കോളവും നിറച്ചു, അല്ലേ? കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു, അവർ വക്കോളവും നിറച്ചു. അവര് പകുതിയെ നിറച്ചുള്ളായിരുന്നേ എന്തോ സംഭവിച്ചേനെ? നിറച്ച അത്രയും വെള്ളമേ വീഞ്ഞകത്ത് ഉള്ളായിരുന്നു. ഇപ്പൊ 6 കൽപാത്രങ്ങൾ, ഒരു കൽപാത്രം 20 ഗാലൻ കൊള്ളുമെന്നാ പറയുന്നത്. ഒരു ഗാലൻ എന്ന് പറയുന്നത് 3.875 ലിറ്റേഴ്സ്, 3.25 ലിറ്റർ കൂടുതലുണ്ട്, അല്ലേ? ഓൾമോസ്റ്റ് 4 ലിറ്റർ ഉണ്ട് ഒരു ഗാലൻ എന്ന് പറയുന്നത്. അപ്പൊ 20 ഗാലൻ വെള്ളം എന്ന് പറയുന്നത് ഏതാണ്ട് 80 ലിറ്റർ, അല്ലെങ്കിൽ ഒരു 75 ലിറ്റർ പിടിച്ചു. ഒരു 75 ലിറ്റർ വെള്ളം ഓരോ കൽപാത്രത്തിലും നിറയ്ക്കാം. അങ്ങനെ എത്ര കൽപാത്രം ഉണ്ടായിരുന്നു? 6 കൽപാത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലയോ, ഒരു 75 ലിറ്റർ വെള്ളം വെച്ച് 6 കൽപാത്രത്തിൽ 450 ഉള്ളൂ 450 ലിറ്റർ വീഞ്ഞ് അവിടെ ഉണ്ടായി. അത് വക്കോളവും നിറച്ചു. മാത്രമല്ല, യേശു അവരോട് നിറച്ചു കഴിഞ്ഞപ്പോ എന്തോ പറഞ്ഞു, ഇത് കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടു കൊടുപ്പേനെന്ന് പറഞ്ഞു. ആരേലും കൊണ്ടു കൊടുക്കുമോ? ഇത് വീഞ്ഞാന്നും പറഞ്ഞു വിരുന്ന് വാഴിയുടെ കൊണ്ടു കൊടുക്കും. വീഞ്ഞാന്ന് പറഞ്ഞൊന്നില്ല എന്നറിയില്ല, എങ്കിലും വീഞ്ഞു പോരാതെ വന്നൊരു കലവറയിലേക്ക് ഒരുമാതിരി സുബോധമുള്ളവരാരേലും ഈ വെള്ളം കോരിക്കൊണ്ട് കൊടുക്കും? അവർ യേശു പറഞ്ഞതിനെ ഒട്ടും അവിശ്വസിച്ചില്ല. എന്ത് കൽപ്പിച്ചോ അത് അപ്രകാരം ചെയ്തു. ഈ വീഞ്ഞ് എപ്പോഴായിരിക്കും, ഈ വെള്ളം എപ്പോഴായിരിക്കും വീഞ്ഞായത്? കോരി നിറച്ചപ്പോഴാണോ?
കൊണ്ടുപോയപ്പോഴാണോ, ഇവരിത് കൊണ്ട് അങ്ങോട്ട് വിരുന്നുവാഴിയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുമ്പോഴാണോ? ഞാൻ വിചാരിക്കുന്നത് വിരുന്നുവാഴിയുടെ അടുക്ക ചെല്ലുമ്പോഴാണ്, അവിടെ ചെല്ലുമ്പോഴാണ് അനുസരണം പൂർത്തിയാകുന്നത്. കാരണം ഇവിടെ പറയുന്നു അല്ലേ, വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളിനെ വിളിച്ചു. അപ്പോ വിരുന്നുവാഴി രുചിക്കുന്ന സമയത്തേക്ക് അത് വീഞ്ഞായിട്ട് തീർന്നു. അപ്പൊ അനുസരണം കംപ്ലീറ്റ് ആകുമ്പോൾ ആ ബാല്യക്കാര് മറിയ പറഞ്ഞത് കേട്ടിട്ട് യേശു പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു, അനുസരിച്ചു. അവരത് കൊണ്ടുപോയി വിരുന്നുവാഴിയുടെ ഇടയിൽ കൊടുത്തു. വിരുന്നുവാഴി രുചി നോക്കിയാറെ അത് മേത്തരമായ വീഞ്ഞെന്ന്, നല്ല വീഞ്ഞെന്ന് കണ്ടു. മണവാളിനെ വിളിച്ചു. ആദ്യം നല്ല വീഞ്ഞും അല്ലേ, ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. അപ്പോ ഈ അത്ഭുതത്തിൽ ഒന്നാമത്തെ അടയാളത്തിൽ നിർണായകമായി തീരുന്നത്, ആ സദ്യക്ക് വന്നതിൽ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ആൾക്കാർ. ഇൻസിഗ്നിഫിക്കന്റ് എന്ന് പറഞ്ഞാൽ ഇല്ലയോ, ഒരു വിരുന്ന് നടക്കുമ്പോൾ അവിടുത്തെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് അവിടുത്തെ പ്രാധാന്യം, അല്ലെ നടത്തിപ്പുകാർക്കും വീട്ടുകാർക്കും ഒക്കെ. പക്ഷേ അവിടെ വിറവ് വെട്ടാൻ വരുന്നവനും വെള്ളം കോരാൻ വരുന്നവനുമാണോ പ്രാധാന്യം? പക്ഷെ അവരുടെ അനുസരണം ഇതിലൊരു നിർണായകമായ കാര്യമായിട്ട് തീർന്നു. അത് ഇത്രയും വെള്ളത്തെ വീഞ്ഞാക്കി തീർന്നു. മാത്രമല്ല, അവർക്ക് ആവശ്യത്തിലധികം അല്ലേ, അവര് വിചാരിച്ചതിലും അവര് ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി. ഒരുപക്ഷെ 450 ലിറ്റർ വീഞ്ഞല്ലേ, 450 ലിറ്റർ വീഞ്ഞ് അവിടെ ഉണ്ടാകുവാനായിട്ട് കാരണമായി തീർന്നു. 450 ലിറ്റർ വീഞ്ഞ് ഒരു പക്ഷെ അവര് ഒരിക്കലും അവിടെ ആവശ്യം വരത്തില്ലായിരിക്കും. വലിയ കല്യാണമൊന്നുമല്ല, വലിയ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആളുകളുടെ വിവാഹം. അപ്പോ ഇവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുസരണം, സമ്പൂർണ്ണ അനുസരണം സമ്പൂർണ്ണ അനുഗ്രഹത്തിലേക്ക് നടത്തുന്നു. 2, വിഷയം കർത്താവിന്റെ കാര്യങ്ങളെ കൊണ്ട് കൊടുക്കുക. അതിന് സൊല്യൂഷൻ ഒന്നും നമ്മൾ സജസ്റ്റ് ചെയ്യേണ്ട, കർത്താവ് ഇന്ന പോലൊക്കെ ചെയ്യണേ എന്നൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കർത്താവേ, നിനക്ക് പ്രസാദമുള്ളത് ഏറ്റവും നല്ലത് എന്തെന്ന് നീ മാത്രം അറിയുന്നല്ലോ, നീ അതിന് പരിഹാരം വരുത്തണം. നിന്റെ കാര്യങ്ങളിലേക്ക് ആ പ്രശ്നം ഏൽപ്പിക്കുന്നു. കർത്താവെ, നിനക്കിഷ്ടമായത് എന്നിൽ നിവർത്തിക്കുമാറ് ആകട്ടെ. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയും. കർത്താവ് എല്ലാം ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അത് അതിന്റെ ഏറ്റവും അപ്രോപ്രിയേറ്റ് ടൈമിലേ ചെയ്യത്തുള്ളൂ. അതിനാണ് കെയ്റോസ് എന്ന് പറയുന്നത് അല്ലേ, ദ ബെസ്റ്റ് ടൈം. നമ്മുടെ ജീവിതത്തിലും കർത്താവ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, എന്ത് ചെയ്യണമെങ്കിലും ഹി വിൽ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ടൈം, ഹി വിൽ ഡു ഇറ്റ് ഇൻ ദ അപ്രോപ്രിയേറ്റ് ടൈം. ഏറ്റവും അനുയോജ്യമായ സമയത്ത്, തക്ക സമയത്ത്. നമ്മൾ ചോദിക്കുമ്പോൾ അല്ലായിരിക്കാം അല്ലെ, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അതത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് തീർച്ചയായും സംഭവിക്കും. അത് ഏറ്റവും നല്ല സമയത്ത്, ഏറ്റവും അനുയോജ്യമായത് കർത്താവ് നമ്മിൽ നിവർത്തിക്കും. അതിനുവേണ്ടി നമ്മെ തന്നെ ഏൽപ്പിക്കാം. പക്ഷെ ആ വെയിറ്റിംഗ് പീരീഡിൽ നമ്മോട് പറയുന്നത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നാം അത് ചെയ്യണം. അതാണ് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ദൂത്. അതിന് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ.